സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കാര്യങ്ങൾ വശപ്പശകിലാണ് പോകുന്നതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകുന്ന അരുന്ധതിക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും ഋഷിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. തൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നും ഋഷിക്കില്ല. കൂടി വന്നാൽ ജയിലിൽ കിടക്കേണ്ടി വരും. അതിനുശേഷം ഇറങ്ങി വന്നാലും തൻ്റെ പ്രതികാരത്തിൽ നിന്നും ഒരണുകിട പിന്മാറ്റമില്ല. ജയിലിൽ നിന്നും തിരികെ ഇറങ്ങുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കും പ്രഭാവതിയുടെ ജീവൻ എടുക്കാൻ വേണ്ടി. എന്നിട്ട് മാത്രമേ തൻ്റെ പ്രതികാരം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കൂ എന്ന ഉറച്ച വാശിയിലാണ് ഋഷി. പക്ഷെ അരുന്ധതിക്കാണെങ്കിൽ തൻ്റെ മകനെ അങ്ങനെ ജയിലിലും കോടതിയിലും കയറ്റിയിറക്കി നടക്കുന്നത് കാണാൻ ഇഷ്ടമല്ല. അവന് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം. പ്രതികാരമെന്നും പറഞ്ഞ് തൻ്റെ ജീവിതവും തൻ്റെ മകൻ്റെ ജീവിതവും ഇല്ലാണ്ടാക്കി കളയാൻ അരുന്ധതിയെ സംബന്ധിച്ച് യാതൊരു താല്പര്യവുമില്ല. കുറേയൊക്കെ കൂട്ടുനിന്നുവെങ്കിലും ഇപ്പം ഋഷിയുടെ പോക്ക് ഒട്ടും ശരിയായ രീതിയിലല്ല. ഇത് നാശത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കിയ അരുന്ധതി ആകെ തകർന്നിരിക്കുവാണ്. തൻ്റെ എല്ലാ കാര്യങ്ങളും ഫാമിലി മാറ്റേഴ്സ് ആവട്ടെ ബിസിനസ്സിലെ കാര്യങ്ങളാവട്ടെ അറിയാവുന്ന ഏറ്റവും നല്ലൊരു സുഹൃത്താണ് CP. അപ്പോൾ CPയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ട് CPയോട് മാത്രമേ എന്ത് ഓപ്പണായിട്ട് ചോദിക്കാൻ പറ്റൂ. പിന്നെ ബെല്ല, കെവിൻ എന്നൊക്കെ പറയുന്നത് ഋഷിയുടെ സുഹൃത്തുക്കളാണ്. ഋഷിയുടെ ഒപ്പം നിൽക്കുന്നവരാണ്. പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കി ഒരമ്മയുടെ വേവലാതിയും വിഷമമൊന്നും ഉൾക്കൊള്ളാൻ ഇതുവരെ കെവിൻ ശ്രമിച്ചിട്ടുമില്ല. അതുകൊണ്ട് കെവിനോടും ബെല്ലയോടും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് വ്യക്തമായിട്ടും അരുന്ധതിക്കറിയാം. അതിൻ്റെ പേര് CPയെ വിളിച്ച് CPക്കാണെങ്കിൽ ഇപ്പോൾ ഋഷി വീട്ടിലുണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പം ധൈര്യമായിട്ട് ചോദിക്കാം. എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് പെടയുവാണ്. എന്തോ അരുതാത്തത് സംഭവിക്കുന്നത് പോലെ. ഋഷിയുടെ പുറപ്പാട് എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പം CP പറയുന്നുണ്ട്, എന്തു പറഞ്ഞാലും മേഡം, പ്രതികാരത്തിൻ്റെ പേര് ഋഷിമോൻ കാണിച്ചു കൂട്ടുന്ന ഈ മണ്ടത്തരത്തിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കൊണ്ടാകുന്നില്ല. അതിന് മേഡവും കൂട്ടു നിൽക്കരുത്. അതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെയാണ് ഞാൻ CP ഇങ്ങോട്ടേക്ക് വിളിച്ചത്. അറിയാമല്ലോ CPക്ക് കാര്യങ്ങളെല്ലാം. പ്രഭാവതി എൻ്റെ കുടുംബത്തിനോട് ചെയ്ത ദ്രോഹം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അതവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കനലായിട്ട് മുറിപ്പാടായിട്ട് കിടക്കുക. പ്രതികാരം ചെയ്യാതെ അവൻ്റെ മനസ്സിന് യാതൊരു ശാന്തിയും കിട്ടില്ല. അവനാണെങ്കിൽ ജയിലിൽ പോകാനും യാതൊരു മടിയില്ല. ഞാൻ വിചാരിക്കുന്നത് ദേവികയെ നേരിക്കണ്ട് ഋഷി അറിയാതെ സത്യങ്ങളെല്ലാം അവളോട് പറഞ്ഞ് മാപ്പ് ചോദിച്ചാലോ. ദേവികയോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറ്റുള്ളവരുടെ കണക്കല്ല. ദേവിക കാര്യങ്ങൾ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ്സോടെ ഉൾക്കൊള്ളും. വേണമെങ്കിൽ ഋഷിക്ക് വേണ്ടി പ്രഭാവതിയോടും സിദ്ധാർത്ഥൻ സാറിനോടൊക്കെ പറഞ്ഞ് മാപ്പ് ചോദിക്കാനും അവൾ തയ്യാറാവും. അങ്ങനെയെങ്കിലും ഈ പ്രശ്നം അവസാനിക്കുന്നെങ്കിൽ ആകട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ മേഡത്തിനറിയില്ലേ, സത്യങ്ങളെല്ലാം മേഡോ അല്ലെങ്കിൽ മറ്റാര് വഴി ചന്ദ്രോത്ത് വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം ജീവിച്ചിരിക്കില്ല എന്നല്ലേ ഋഷിമോൻ പറയുന്നത്. അവൻ്റെ താളത്തിനൊത്ത് ഇനിയും തുള്ളാൻ എന്നെ കൊണ്ടാകില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ച് നിൽക്കുന്നു. അതേസമയം ദേവികയാണെങ്കിൽ ചന്ദ്രോത്തേക്ക് വരുന്നു. ഇന്നത്തെ ദിവസമാണല്ലോ നന്ദനെ സ്റ്റേഷനിലേക്ക് ഹാജരാക്കുന്നത് ഋഷിയെ കൊന്ന കുറ്റത്തിൻ്റെ പേര്. ഒരു മരണം നടന്ന വീട്ടിൽ എത്രത്തോളം വിഷമമാണ് ആൾക്കാർക്കുള്ളത്, അതുപോലെ തന്നെയാണ് ചന്ദ്രോത്ത് വീട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പ്രഭാവതി ആകട്ടെ, സിദ്ധാർത്ഥൻ സാറാകട്ടെ, നന്ദനാകട്ടെ, ആർക്കും ഒരു സന്തോഷവും ഉന്മേഷവും ഒന്നുമില്ല. എല്ലാവരും ചത്തതിനൊത്ത് ജീവിച്ചിരിക്കുവാണ്. അന്നേരം ദേവിക വന്ന് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, നന്ദു എന്തി? അവൻ റൂമിലാ, ഇതുവരെ താഴേക്ക് ഇറങ്ങി വന്നില്ല, ഒന്നും കഴിച്ചിട്ടുമില്ല, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് ദേവികയാണെങ്കിൽ മേലേക്ക് കയറി പോകുന്നു. അപ്പം നന്ദനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക. നന്ദൻ എന്താ ഒന്നും കഴിക്കാത്തെ എന്ന് ചോദിക്കുമ്പം വിശപ്പില്ല, എനിക്ക് ദേവിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാനിപ്പോൾ സ്റ്റേഷനിൽ പോയി ഹാജരായി കഴിഞ്ഞാൽ അധികം താമസിക്കാതെ ജയിലിലേക്ക് പോകേണ്ടി വരും റിമാൻഡായിട്ട്. തകരരുത്, എന്നെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യരുത്. നന്നായിട്ട് ഏറ്റെടുത്ത കർത്തവ്യം ഭംഗിയായിട്ട് ചെയ്ത് തീർക്കണം. ദേവിക്കാണെങ്കിൽ ഇപ്പോൾ പഴയ പോലെ പിണക്കമൊന്നും നന്ദനോടില്ല. നന്ദൻ അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ബെല്ലയും അതുപോലെ നന്ദനും തമ്മിൽ അവിഹിത ബന്ധമാണെന്നാണ് എല്ലാവരും കരുതിയതുപോലെ ആദ്യം ദേവികയും കരുതിയത്. എന്നാൽ അതിലൊന്നും വാസ്തവമില്ല. ഋഷിയുടെ കൊലപാതക കേസ് മറച്ചു വെക്കാൻ കൂട്ടുനിന്നതിൻ്റെ പേരിനുള്ള ഒരു സ്നേഹമാണ് കാണിച്ചതെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പം നന്ദനോട് വലിയ ദേഷ്യമൊന്നുമില്ല. അപ്പം നന്ദൻ ഇങ്ങനെ വിഷമത്തോടെ പറയുന്നത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ദേവിയേക്കും സങ്കടമാകുന്നുണ്ട്. പെട്ടെന്ന് നന്ദനാണെങ്കിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. തൻ്റെ ജീവിതവും ഭാവിയൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള വിഷമത്തിലാണ് പുള്ളിക്കാരൻ കരയുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ ഞാൻ ദേവികയെ ഭാർഗവി ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ചന്ദ്രോത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല. എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ എന്താ നന്ദു ഇങ്ങനെയൊക്കെ പറയുന്നത്? നന്ദു ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം നന്ദനൊരു അബദ്ധം പറ്റിപ്പോയതാ, ഞാൻ എപ്പോഴും കൂടെ കാണും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം ദേവികയാണെങ്കിൽ താഴേക്ക് വന്ന് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തി?
ഹരിയങ്കിൾ ഇങ്ങോട്ടാണോ അതോ സ്റ്റേഷനിലേക്കാണോ വരുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പ്രഭാവതിക്ക് നല്ല ദേഷ്യമാകുന്നു. എൻ്റെ മകനെ രക്ഷിക്കുമെന്ന് വിശ്വസിപ്പിച്ച് കൂടെ കൂടിയിട്ട് ഒടുക്കപ്പോൾ അവനെ ചതിക്കുമല്ലേ, പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവനെ കുരുക്കിലേക്ക് ചാടിക്കുമല്ലേ. ഞാൻ വിചാരിച്ചു ദേവിക ഇടപെട്ട് എന്തായാലും ഈ കേസിൽ നിന്ന് നന്ദനെ രക്ഷിക്കുമെന്ന്. ഇത്രയും വലിയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ദേവിക ആകെ സങ്കടപ്പെടുന്നുണ്ട്. അതമ്മേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നിയമത്തിൻ്റെ മുമ്പിൽ നന്ദൻ തെറ്റുകാരനാ. അപ്പോൾ എനിക്ക് നന്ദനെ രക്ഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കറിയാം നിൻ്റെ MLA സ്ഥാനത്തിന് കോട്ടം തട്ടുമെന്ന് വെച്ചിട്ടല്ലേ എൻ്റെ മകനെ രക്ഷിക്കാത്തേ എന്ന് പറഞ്ഞ് പ്രഭാവതിയാണെങ്കിൽ ശരിക്കും ചൂടാകുന്നു. അത് കേട്ടുകൊണ്ട് സിദ്ധു അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും പ്രഭാവതിയെ വിലക്കുന്നു. കാത്തിരിക്കാം.